ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി ലൊക്കേഷനിലാണുള്ളത്. അപ്പോൾ ലീവായതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്നപ്പം എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചു. ലോങ് പോകാനാണെങ്കിൽ ഫ്രണ്ട്സൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ലൊക്കേഷനിലേക്ക് വന്നു. ഇത് ഇരിട്ടിയിലാണ് ഈ ലൊക്കേഷൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, മുഴുവൻ കാടാണ്. അപ്പോൾ വരുന്ന വഴി അത്യാവശ്യം ഓഫ് റോഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ വീസ്ട്രോം എടുത്ത് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഡെസ്റ്റിനേഷനിലെത്തി. ഈ ലൊക്കേഷനാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. സ്ഥലം അടിപൊളിയായതുകൊണ്ട് മേലെ എത്തിയിട്ട് ഇൻട്രോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് താഴെയാണ്. അപ്പോൾ വരുന്ന വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് വരുന്നത്. കുറച്ച് ക്ലൈംബ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. ഇതിപ്പം പതിയെ കയറാൻ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നമ്മളെ വീസ്ട്രോമിൻ്റെ റിയർ സസ്പെൻഷൻ നല്ല ഹാർഡാണ്. നമ്മൾ കുറച്ച് സ്പീഡ് പോയി കഴിഞ്ഞാൽ ബൗൺസ് ചെയ്യും. നമ്മൾ എഴുന്നേറ്റ് നിന്നാലും വണ്ടി ബൗൺസ് ആവും. അത് കുറച്ച് സീനാണ്. എത്രത്തോളം ബൗൺസ് ആവുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വണ്ടി തന്നെ ടോട്ടലി ബൗൺസായി സൈഡിലേക്ക് പോകും. മഴയുള്ള സമയത്താണ് ഞാൻ സാധാരണ ഇവിടെ വിസിറ്റ് ചെയ്യാറ്. പിന്നെ ഇപ്പം മണ്ണാകെ ഇളകി കിടക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും എല്ലാം കൂടെ ക്ലൈംബ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. എന്നാലും വണ്ടി കയറി പോകുമായിരിക്കും. ഇത് എത്രത്തോളം ഹാർഡാണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. മഴക്കാലത്ത് വരെ അടിപൊളിയാട്ടോ ഈ ലൊക്കേഷൻ. ഇവിടെ ഞാനിന്ന് രാവിലെ വരണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഇപ്പം ഉച്ചയായി. ഓഹോ, ഞാൻ അത്ര സ്കിൽഡൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് വണ്ടി തന്നെ കുറച്ച് ബുദ്ധിമുട്ടുന്നത്. ഗൈസ്, ഇതൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ പ്രതിഷ്ഠ നമ്മുടെ ശിവനും ഫാമിലിയുമാണ്. അപ്പോൾ ഞാൻ വന്നിട്ടിപ്പം അമ്പലത്തേക്ക് കയറാൻ പറ്റിയില്ല, കാരണം ഉച്ചയായി. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് പോകേണ്ടത് മേലോട്ടാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ ഫോറസ്റ്റുകാരെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് പോയി നോക്കാം. വണ്ടി കയറുമോയെന്ന് അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സിമ്പിൾ റോഡല്ലേ, വണ്ടി കയറി പോകില്ലെന്ന്. പക്ഷെ ആക്ച്വലി ഇത് സിമ്പിൾ റോഡല്ല, ഉരുള കല്ലാണ്. അതുപോലെ ഇത് സ്റ്റീപ്പുമാണ്. ക്യാമറയിൽ അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. പക്ക ഫോറസ്റ്റാണ്. ഒന്നോ രണ്ടോ വീടുകളെ ഈ ഏരിയയിലുള്ളൂ. നമ്മുടെ വണ്ടിയുടെ അല്ലാതെ വേറൊരു ഒച്ച അനക്കവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഈ മരമ്പൂന കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് ഈ റോഡ് വഴി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ പക്ക അടിപൊളി ട്രെയിലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ മരം വീണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പോകാനുള്ളൊരു വഴിയില്ല. മഴക്കാലത്ത് ശരിക്കും മാജിക്കാണ് ഇപ്പോൾ ഈ പ്ലേസ്. ഇതിലൂടെ വെള്ളമൊക്കെ ഒഴുകി വരും. അതുപോലെ നമ്മൾ താഴെ കണ്ട സ്ഥലവും ഇതൊക്കെ ഫുള്ള് പച്ചപ്പായി ഒരു കോടയൊക്കെ നിറഞ്ഞ് അങ്ങനത്തെ ഒരു വൈബിലായിരിക്കും ഈ സ്ഥലം എപ്പോഴും ഉണ്ടാകുക. അതായത് മഴ സമയത്ത് വന്നാൽ. ഇപ്പം നല്ല വെയിലായി
ആകെ ഉണങ്ങി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം താഴെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിമ്പിൾ ലൈഫ് സേവിങ് ടിപ്പ് പറഞ്ഞുതരാം. ഒറ്റയ്ക്ക് ഈ വഴി ആരും വരരുത്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിയിട്ട് വരിക. കാരണം പക്കാ ഫോറസ്റ്റ് തന്നെയാണ്. അവിടെയൊക്കെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ ഗൂഗിളിൽ ആനറ ഇരിട്ടി ആനറ സുബ്രഹ്മണ്യ ടെമ്പിൾ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ലിക്കറിനൊന്നും ഇങ്ങോട്ടേക്ക് വരരുത് എന്തായാലും. പിന്നെ മഴക്കാലത്ത് അതുപോലെ ഏർലി മോർണിംഗ് ഈ സ്ഥലവും ഇവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കേപ്പബിളായ ബൈക്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാം. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അത്ര കേപ്പബിലിറ്റി നോക്കണമെന്നില്ല. കാരണം താഴെ വരെ കോൺക്രീറ്റ് റോഡ് വരുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.